Good morning, welcome back to Corporate Accounting. In last class, we started a new chapter, Consolidated Financial Statements. First of all, we study the calculation of non-controlling interest, and then we study the topic calculation of goodwill. Consolidated Financial Statements prepare ചെയ്യുന്നത് ഒരു പാരൻറ്റ് കമ്പനിയും ഒരു സബ്സിഡിയറി കമ്പനിയും തമ്മിലുള്ള അക്കൗണ്ട്സുകൾ നമ്മൾക്ക് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ രണ്ട് അക്കൗണ്ട്സും നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിലൂടെയാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് പഠിച്ചു. നെക്സ്റ്റ് വൺ, ഇങ്ങനെ ഷെയർസ് അക്വയർ ചെയ്ത്, അതായത് പേരൻറ്റ് കമ്പനി സബ്സിഡിയറി കമ്പനീസിൻ്റെ ഷെയർസ് അക്വയർ ചെയ്ത് ആ കമ്പനിയുമായിട്ടൊരു റിലേഷൻ ഉണ്ടാവുന്ന സമയത്ത് എങ്ങനെയാണ് ഗുഡ്വില്ല് കാൽക്കുലേറ്റ് ചെയ്യുക, ഗുഡ്വിൽ എന്ന് പറയുന്ന അസറ്റിൻ്റെ കാൽക്കുലേഷൻ എങ്ങനെയാണെന്നാണ് ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, കാൽക്കുലേഷൻ ഓഫ് ഗുഡ്വിൽ. Goodwill acquired in a business combination is recognized as an asset and initially measured at cost. ഗുഡ്വിൽ എന്ന് പറയുന്നത് ബിസിനസ് കോമ്പിനേഷനിൽ, അതായത് പേരൻറ്റ് കമ്പനിയും സബ്സിഡിയറി കമ്പനിയും തമ്മിലുള്ള ബിസിനസ് കോമ്പിനേഷനിൽ ഒരു അസറ്റായിട്ടാണ് റെക്കഗ്നൈസ് ചെയ്യുന്നത്. ഇനീഷ്യലി അത് മെഷർ ചെയ്യുന്നത് അറ്റ് കോസ്റ്റിലാണ്. ആഫ്റ്റർ ഇനീഷ്യൽ റെക്കഗ്നീഷൻ ഇറ്റ് ഈസ് മെഷേർഡ് അറ്റ് കോസ്റ്റ് ലെസ് എനി അക്യുമുലേറ്റഡ് ഇമ്പയർമെൻറ്റ് ലോസസ്. ഇനീഷ്യൽ റെക്കഗ്നീഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ മെഷർമെൻറ്റ് വരുന്നത് കോസ്റ്റ് ലെസ് അക്യുമുലേറ്റഡ് ഇമ്പയർമെൻറ്റ് ലോസസ്. കോസ്റ്റിൽ നിന്നും എന്തെങ്കിലും ഇമ്പയർമെൻറ്റ് ലോസസ് ഉണ്ടെങ്കിൽ അത് കുറച്ച് കാണിക്കാൻ. ഗുഡ്വിൽ ഈസ് നോട്ട് അമോർട്ടൈസ്ഡ്, ഇൻസ്റ്റെഡ് ഇറ്റ് ഈസ് ടെസ്റ്റഡ് ഫോർ ഇമ്പയർമെൻറ്റ്. ഗുഡ്വില്ലിന് അമോർട്ടൈസേഷൻ അല്ല വരുന്നത്, അതെന്താണ് ചെയ്യുന്നത്, ടെസ്റ്റഡ് ഫോർ ഇമ്പയർമെൻ്റ് ആണ് ഗുഡ്വില്ലിൻ്റെ കേസിൽ നമ്മൾ പറയുന്നത്. നെക്സ്റ്റ് വൺ, എങ്ങനെയാണ് നമ്മൾ ഗുഡ്വില്ലിൻ്റെ കാൽക്കുലേഷൻസ് വരുന്നത്. ഗുഡ്വില്ല് ഓരോ സിറ്റുവേഷൻസിലും ഓരോ ടൈപ്പിലാണ് കാൽക്കുലേഷൻസ് വരുന്നത്. നമ്മൾ ആദ്യം സിറ്റുവേഷൻ 1, വെൻ കൺസിഡറേഷൻ ട്രാൻസ്ഫേർഡ് ആൻഡ് നെറ്റ് അസറ്റ് അക്വയേർഡ് ആർ ഗിവൺ ആൻഡ് 100% ഷെയർസ് ആർ അക്വയേർഡ് ബൈ ദി അക്വയറർ. കൺസിഡറേഷൻ ട്രാൻസ്ഫർ ചെയ്യുന്നു ആൻഡ് നെറ്റ് അസറ്റ് അക്വയേർഡ് ആർ ഗിവൺ, 100% ഷെയർസും ആര് അക്വയർ ചെയ്യുന്നു, അക്വയറർ അക്വയർ ചെയ്യുന്ന സിറ്റുവേഷനിൽ എങ്ങനെയാണ് നമ്മൾ ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഈ കേസിൽ 100% ഷെയർസ് ആർ അക്വയേർഡ്, 100% ഷെയർസും അക്വയർ ചെയ്തു. ദർ ഈസ് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ്. നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് ഏത് കേസിലാണ് വരിക എന്ന് നമുക്കറിയാം. 70% ഷെയർസാണ് അക്വയർ ചെയ്യുന്നതെങ്കിൽ ബാക്കി 30%നെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ കേസിൽ 100% ഷെയർസും അക്വയർ ചെയ്യുന്ന കേസിൽ നമുക്കിവിടെ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് വരുന്നില്ല. സോ ഗുഡ്വിൽ ഈസ് കാൽക്കുലേറ്റഡ് ബൈ യൂസിങ് ദ ഫോളോയിങ് ഫോർമുല. ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫോർമുല തരുന്നുണ്ട്. ഗുഡ്വിൽ ഈക്വൽ കൺസിഡറേഷൻ ട്രാൻസ്ഫേർഡ് മൈനസ് നെറ്റ് അസറ്റ് അക്വയേർഡ്. കൺസിഡറേഷൻ ട്രാൻസ്ഫേർഡ് എത്രയാണോ ഇതിൻ്റെ കൺസിഡറേഷൻ വരുന്നത് അതിൽ നിന്നും എന്ത് മൈനസ് ചെയ്യണം, നെറ്റ് അസറ്റ് അക്വയേർഡ് അറ്റ് അക്വസിഷൻ. അക്വസിഷൻ്റെ സമയത്തുള്ള നെറ്റ് അസറ്റ് അക്വയേർഡ് എത്രയാണോ അത് മൈനസ് ചെയ്യണം. ഇനി നമുക്ക് കൺസിഡറേഷൻ ട്രാൻസ്ഫേർഡ് സാധാരണയായിട്ട് നമ്മൾ ആ ട്രാൻസ്ഫറിൻ്റെ സമയത്ത് എത്രയാണോ കൺസിഡറേഷൻ കൊടുക്കുന്നത് അതാണ്. നെക്സ്റ്റ്, നെറ്റ് അസറ്റ് അക്വയേർഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക നോക്കണം. നെറ്റ് അസറ്റ് അക്വയേർഡ് ഈക്വൽ ഷെയർ ക്യാപിറ്റൽ പ്ലസ് റിസർവ് ആൻഡ് സർപ്ലസ്. ഷെയർ ക്യാപിറ്റലും റിസർവ് ആൻഡ് സർപ്ലസും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെറ്റ് അസറ്റ് അക്വയേർഡ് കിട്ടും. അതല്ലെങ്കിൽ ടോട്ടൽ അസറ്റ് അക്വയേർഡ് മൈനസ് ടോട്ടൽ ലയബിലിറ്റീസ് അസ്യൂംഡ്. ടോട്ടൽ അസറ്റ് അക്വയേർഡിൽ നിന്നും എന്ത് മൈനസ് ചെയ്യുക, ടോട്ടൽ ലയബിലിറ്റി അസ്യൂംഡ് മൈനസ് ചെയ്യുക. ഇതാണ് സിറ്റുവേഷൻ 1. നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് ഇല്ല, 100% ഷെയർസും അക്വയറുടെ കയ്യിലാണ് ഉള്ളത്. നെക്സ്റ്റ് വൺ, ഇതിനൊരു പ്രോബ്ലം. എക്സ് ലിമിറ്റഡ് അക്വയേഴ്സ് 100% ഷെയർസ് ഓഫ് വൈ ലിമിറ്റഡ്. എക്സ് ലിമിറ്റഡ് വൈ ലിമിറ്റഡിൻ്റെ 100% ഷെയർസും അക്വയർ ചെയ്തു. വിച്ച് ഹാസ് 40,000 ഷെയർസ് ഓഫ് ₹10 ഈച്ച്. 40,000 ഷെയർസാണുള്ളത്, ഓരോ ഷെയറിനും 10 രൂപ വെച്ചിട്ട്. അറ്റ് എ മാർക്കറ്റ് പ്രൈസ് ഓഫ് 12 ഈച്ച്. മാർക്കറ്റ് പ്രൈസ് 12 ആണ്. ദ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് വൈ ലിമിറ്റഡ് ആർ ₹5 lakh ആൻഡ് 1 lakh. അസറ്റ്സ് 5 lakh ആണ്, ലയബിലിറ്റീസ് 1 lakh ആണ്. കാൽക്കുലേറ്റ് ഗുഡ്വിൽ. ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറയുന്നത്. ഓൾറെഡി നമുക്കറിയാം ഗുഡ്വിൽ ഈക്വൽ കൺസിഡറേഷൻ ട്രാൻസ്ഫേർഡ് മൈനസ് നെറ്റ് അസറ്റ് അക്വയേർഡ്. കൺസിഡറേഷൻ ട്രാൻസ്ഫേർഡ് എങ്ങനെ കണ്ടുപിടിക്കുക,
കൺസിഡറേഷൻ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഷെയർസ് ആണുള്ളത്, ആ ഷെയർസ് കംപ്ലീറ്റ് 100% എക്സ് ലിമിറ്റഡ് അക്വയർ ചെയ്തു. ആ സമയത്ത് ഷെയറിൻ്റെ പ്രൈസ് 10 രൂപയുടെ ഷെയർസ് ആണെങ്കിലും മാർക്കറ്റ് പ്രൈസ് പറയുന്നത് 12 രൂപയാണ്. അപ്പോൾ എത്രയായിരിക്കും കൺസിഡറേഷൻ? 40,000 ഇൻറ്റു 12 ആണ് കൺസിഡറേഷൻ വരിക. 4,80,000. അതാണ് കൺസിഡറേഷൻ അക്വയർഡ്. കൺസിഡറേഷൻ ട്രാൻസ്ഫേർഡ്. നെക്സ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് നെറ്റ് അസറ്റ് അക്വയർഡ് ആണ്. നെറ്റ് അസറ്റ് അക്വയർഡ് ഈക്വൽ ടോട്ടൽ അസറ്റ് അക്വയർഡ് മൈനസ് ടോട്ടൽ ലയബിലിറ്റീസ് അസ്യൂംഡ്. ടോട്ടൽ അസറ്റ് അക്വയർഡ് നമുക്ക് തന്നിട്ടുണ്ട് 5 lakh ആണ്, ടോട്ടൽ ലയബിലിറ്റി 1 lakh ആണ്. അപ്പോൾ 5 lakh മൈനസ് 1 lakh ഈക്വൽ 4 lakh. ഗുഡ്വിൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? 4,80,000. കൺസിഡറേഷൻ ട്രാൻസ്ഫേർഡ് ഈക്വൽ 4,80,000 മൈനസ് നെറ്റ് അസറ്റ് അക്വയർഡ് ഈക്വൽ 4 lakh ഈക്വൽ 80,000. ഇതാണ് ഫസ്റ്റ് കേസിൽ നമ്മൾ ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതി. ഇനി സിറ്റുവേഷൻ 2 സെക്കൻഡ് കേസാണ്. വെൻ കൺസിഡറേഷൻ ട്രാൻസ്ഫേർഡ് ആൻഡ് നെറ്റ് അസറ്റ് അക്വയർഡ് ആർ ഗിവൺ. കൺസിഡറേഷൻ ട്രാൻസ്ഫേർഡും നെറ്റ് അസറ്റ് അക്വയർഡും തന്നിട്ടുണ്ട്. ആൻഡ് ദ അക്വയറർ അക്വയർഡ് ലെസ് ദാൻ 100% ഷെയർസ് ഓഫ് സബ്സിഡിയറി. അക്വയറർ എങ്ങനെയാണ് അക്വയർഡ് ചെയ്തിട്ടുള്ളത്? ലെസ് ദാൻ 100% ആണ്. 100%ലും കുറവ് ഷെയർസാണ് സബ്സിഡിയറി കമ്പനിയുടെ പാരൻറ്റ് കമ്പനി പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇൻ ദിസ് സിറ്റുവേഷൻ ദർ ഈസ് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ്. ഈ സിറ്റുവേഷനിൽ അവിടെ എന്തുണ്ടായിരിക്കും? നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് ഉണ്ട്. ദിസ് ഈസ് ബിക്കോസ് എ പോർഷൻ ഓഫ് ദ ഷെയർസ് ലെസ് ദാൻ 50% നോൺ കൺട്രോളിങ് ഷെയർസ് ഈസ് ഹെൽഡ് ബൈ ഔട്ട്സൈഡേഴ്സ്. പുറത്ത് കുറച്ച് 100% ഷെയർസും അക്വയറർ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് വേറെ ഷെയർസൊന്നും പുറത്ത് പോകാതിരിക്കുക. 100%ത്തിലും കുറവാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളതെങ്കിൽ കുറച്ച് ഷെയർസ് പുറത്തുണ്ടായിരിക്കും. അപ്പോൾ അവിടെ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും. ഈ കേസിൽ എങ്ങനെയാണ് ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്? ഗുഡ്വിൽ ഈക്വൽ കൺസിഡറേഷൻ പെയ്ഡ് പ്ലസ് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് മൈനസ് നെറ്റ് അസറ്റ് അക്വയർഡ്. കൺസിഡറേഷൻ പെയ്ഡും നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റും കൂടി ആഡ് ചെയ്യുക. മൈനസ്, അതായത് കൺസിഡറേഷൻ പെയ്ഡ് ഷെയർസ് വാങ്ങുമ്പോൾ കൊടുക്കുന്നത്, നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് ആ സ്ഥാപനത്തിൻ്റെ ഷെയർസ് പുറത്തുള്ളത്, മൈനസ് നെറ്റ് അസറ്റ് അക്വയർഡ്. അതിൽ നിന്ന് നെറ്റ് അസറ്റ് അക്വയർഡ് മൈനസ് ചെയ്യാം. സെക്കൻഡ് ഒരു ഫോർമുലയും കൂടിയും പറയേണ്ട ഒരു ഓൾട്ടർനേറ്റീവ് വേ ഉണ്ട്. ഗുഡ്വിൽ ഈക്വൽ കൺസിഡറേഷൻ പെയ്ഡ് മൈനസ് പ്രൊപ്പോർഷനേറ്റ് ഷെയർ ഓഫ് പേരൻറ്റ് ഇൻ ദ നെറ്റ് അസറ്റ് ഓഫ് ദ സബ്സിഡിയറി. കൺസിഡറേഷൻ പെയ്ഡിൽ നിന്നും പേരൻറ്റ് കമ്പനിയുടെ സബ്സിഡിയറി കമ്പനിയിൽ എത്രയാണോ നെറ്റ് അസറ്റിൻ്റെ പ്രൊപ്പോർഷൻ വരുന്നത് അത് മൈനസ് ചെയ്യുക. പേരൻറ്റ് കമ്പനിയുടെ പ്രൊപ്പോർഷൻ മൈനസ് ചെയ്യുക എന്നുള്ളൊരു ഓപ്ഷനും കൂടി സിറ്റുവേഷൻ 2 പറയുന്നുണ്ട്. സിറ്റുവേഷൻ 2 ഒരു എക്സാമ്പിൾ പ്രോബ്ലം ഉണ്ട്. എക്സ് ലിമിറ്റഡ് പർച്ചേസ്ഡ് 80% ഓഫ് ദ ഷെയർസ് ഓഫ് വൈ ലിമിറ്റഡ്. എക്സ് ലിമിറ്റഡ് വൈ ലിമിറ്റഡിൻ്റെ 80% ഷെയർസാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾക്കറിയാം 20% ഷെയർസ് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് ആയി. The issued capital of Y Limited consists of 25,000 shares of 10 each. Issued capital എന്ന് പറയുന്നത് 25,000 ഷെയർസ് ആണ്. പെർ ഷെയറിന് എത്ര രൂപയാണ്? 10 each ആണ്. കൺസിഡറേഷൻ പെയ്ഡ് ഈസ് rupees 2,60,000. എത്ര രൂപയാണ് കൺസിഡറേഷൻ ആയിട്ട് കൊടുത്തിട്ടുള്ളത്? 2,60,000 ആണ്. ദ ഐഡൻറ്റിഫയബിൾ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. അസറ്റ്സ് 3 lakh ആണ്, ലയബിലിറ്റീസ് 5 lakh ആണ്. കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മളുടെ ഇക്വേഷൻ പ്രകാരം കൺസിഡറേഷൻ പെയ്ഡ് പ്ലസ് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് മൈനസ് നെറ്റ് അസറ്റ് അക്വയർഡ്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് കൺസിഡറേഷൻ പെയ്ഡ് എത്രയാണെന്ന് അറിയാം. കൺസിഡറേഷൻ പെയ്ഡ് എത്രയാണ്? അവർ തന്നിട്ടുണ്ട് 2,60,000. കൺസിഡറേഷൻ പെയ്ഡ് ഈക്വൽ 2,60,000. നെക്സ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്താണ്? പ്ലസ് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ്. നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് എത്രയാണെന്ന് നോക്കണം. അപ്പോൾ കാൽക്കുലേഷൻ ഓഫ് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ്. വാല്യൂ ഓഫ് ഷെയർസ് ഹെൽഡ് ബൈ നോൺ കൺട്രോളിങ് ഷെയർ ഹോൾഡേഴ്സ്. എത്ര ഷെയർസാണ് നോൺ കൺട്രോളിങ് ഷെയർ ഹോൾഡേഴ്സ് ഹെൽഡ് ചെയ്തിട്ടുള്ളത് നോക്കണം. ടോട്ടൽ ഷെയർസ് 25,000 ഷെയർസാണ്. ഇഷ്യൂഡ് ക്യാപിറ്റൽ ഓഫ് വൈ ലിമിറ്റഡ്. ടോട്ടൽ ക്യാപിറ്റൽ 25,000 ഷെയർ 10 രൂപ വെച്ചിട്ടാണ്. അതിൻ്റെ 80% എക്സ് ലിമിറ്റഡ് പർച്ചേസ് ചെയ്തു, 20% ഔട്ട്സൈഡേഴ്സിന്. അപ്പോൾ 25,000 ഇൻറ്റു 20% ഇൻറ്റു 10, അതായത് 10 എന്ന് പറയുന്നത് അതിൻ്റെ വാല്യൂ ആണ്. അപ്പോൾ എത്ര കിട്ടും? 50,000. ഇല്ലെങ്കിൽ നമുക്ക് 2,50,000 ഇൻറ്റു 20% അടിച്ചാലും മതി. 25,000 ഇൻറ്റു 10 ആദ്യം ചെയ്തിട്ട് 2,50,000 ഇൻറ്റു 20%. അപ്പോൾ 50,000 കിട്ടി.
വാല്യൂ ഓഫ് ഷെയർസ് നോൺ കൺട്രോളിങ് ഷെയർ ഹോൾഡേഴ്സിലെ കയ്യിലുള്ളത്. ഇനി NCI കാൽക്കുലേറ്റ് ചെയ്യാനുള്ള വേറൊരു ഓൾട്ടർനേറ്റീവ് വേ പറയുന്നുണ്ട്. നെറ്റ് അസറ്റ് അക്വയേർഡ് ഈക്വൽ 3 lakh minus 50,000. എന്താണ് 3 lakh? നേരത്തെ ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് ലയബിലിറ്റി 5 lakh എന്നാണ് പറഞ്ഞത്. ലയബിലിറ്റി 5 lakh അല്ല, 50,000 കേട്ടോ. നെറ്റ് അസറ്റിൽ നിന്നും ലയബിലിറ്റി മൈനസ് ചെയ്ത് കാണിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ നെറ്റ് അസറ്റ് അക്വയേർഡ് കാണാൻ 3 lakh minus 50,000, 2,50,000. അപ്പോൾ ഇനി പ്രൊപ്പോർഷനേറ്റ് ഷെയർ ഓഫ് നോൺ കൺട്രോളിങ് ഷെയർ ഹോൾഡേഴ്സ് ഇൻ ദ നെറ്റ് അസറ്റ്. എത്രയാണ് ഈ നോൺ കൺട്രോളിങ് ഷെയർ ഹോൾഡേഴ്സിന് നെറ്റ് അസറ്റിലുള്ള പ്രൊപ്പോർഷനേറ്റ് ഷെയർ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. നെറ്റ് അസറ്റ് നമുക്ക് കിട്ടിയിട്ടുള്ളത് 2,50,000 ഇൻറ്റു എത്രയാണ് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റിൻ്റെ പെർസെൻറ്റേജ് വരുന്നത്? 20% ആണ്. അപ്പോൾ എത്ര വരും? 50,000. 50,000 ആണ് നമ്മളുടെ NCI ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ ലാസ്റ്റ് നമ്മൾ ഗുഡ് വില്ല് കാൽക്കുലേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഗുഡ് വില്ല് ഈക്വൽ കൺസിഡറേഷൻ പെയ്ഡ് എത്രയാണ്? 2,60,000 പ്ലസ് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് 50,000 മൈനസ് നെറ്റ് അസറ്റ് അക്വയേർഡ് 2,50,000 ഈക്വൽ 60,000. 3,10,000 മൈനസ് 2,50,000 ഈക്വൽ 60,000. ഇനി ഒരു ഓൾട്ടർനേറ്റീവ് വേ ആണ് പറയുന്നത്. ഗുഡ് വിൽ ഗെയിൻ ഫ്രം ബാർഗെയിൻ പർച്ചേസ് ക്യാൻ ബി കാൽക്കുലേറ്റഡ്. അതായത് ഗുഡ് വിൽ ഓർ ഗെയിൻ ഫ്രം ബാർഗെയിൻ പർച്ചേസ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് വിത്തൗട്ട് കാൽക്കുലേറ്റിംഗ് NCI കാൽക്കുലേറ്റ് ചെയ്യാതെ ബാർഗെയിൻ പർച്ചേസിലൂടെ ഗുഡ് വില്ലിൻ്റെ അല്ലെങ്കിൽ ഗെയിൻ്റെ കാൽക്കുലേഷൻ. ഗുഡ് വിൽ ഈക്വൽ കൺസിഡറേഷൻ പെയ്ഡ് മൈനസ് പ്രൊപ്പോർഷനേറ്റ് ഷെയർ ഓഫ് പേരൻറ്റ് ഇൻ ദ നെറ്റ് അസറ്റ് ഓഫ് സബ്സിഡിയറി. അപ്പോൾ നമ്മളിതിൽ കൺസിഡറേഷൻ പെയ്ഡ് ഓൾറെഡി നമുക്കറിയാം 2,60,000 ആണ്. ഇതിൽ നിന്നും നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? പ്രൊപ്പോർഷനേറ്റ് ഷെയർ ഓഫ് പേരൻറ്റ് ഇൻ ദ നെറ്റ് അസറ്റ് ഓഫ് സബ്സിഡിയറി. ഇതിൽ നെറ്റ് അസറ്റിൽ എത്ര ഷെയറാണ്, സബ്സിഡിയറി കമ്പനിയുടെ എത്ര ഷെയറാണ് ഈ എക്സ് ലിമിറ്റഡിനുള്ളത്? 80% ആണുള്ളത്. അപ്പോൾ ടോട്ടൽ നെറ്റ് അസറ്റ് 2,50,000 ആണ്. ഇതിൻ്റെ 80% ആർക്കുള്ളതാണ്? പ്രൊപ്പോർഷനേറ്റ് ഷെയർ ഓഫ് പേരൻറ്റ്. പേരൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ലിമിറ്റഡ്. അപ്പോൾ 2,50,000 ഇൻറ്റു 80% എത്ര എമൗണ്ട് വരിക? 2 lakh. അപ്പോൾ ഗുഡ് വിൽ ഈക്വൽ 2,60,000 മൈനസ് 20,000 ഈക്വൽ 60,000. അവിടെ ഗുഡ് വിൽ വരും. അപ്പോൾ രണ്ട് ഓൾട്ടർനേറ്റീവ് വേലും ഡയറക്റ്റ് വേല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര തന്നെ ആൻസർ കിട്ടി? 60,000 തന്നെ ആൻസർ കിട്ടി. ഫസ്റ്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് 100% ഷെയർസും അക്വയറുടെ കയ്യിലാണ്. ദർ ഈസ് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ്. സെക്കൻഡ് കേസ് ബിലോ 100% ആണ്. 100%നേക്കാൾ കുറവ് ഷെയർസാണ് അക്വയറുടെ കയ്യിലുള്ളത്. ദർ ഈസ് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ്. അവിടെ എന്തുണ്ടായിരിക്കും? നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും. ഇനി അടുത്തത് സിറ്റുവേഷൻ 3 ആണ്. When consideration transferred, net asset acquired, asset held for sale and contingent liabilities are given. എന്തൊക്കെയാണ് തരുന്നത്? കൺസിഡറേഷൻ ട്രാൻസ്ഫേർഡ്, നെറ്റ് അസറ്റ് അക്വയേർഡ്, അസറ്റ് ഹെൽഡ് ഫോർ സെയിലിനുള്ള അസറ്റ് ഹെൽഡ് ഫോർ സെയിലിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന അസറ്റ് ആൻഡ് കണ്ടിജൻറ്റ് ലയബിലിറ്റീസ് ആർ ഗിവൺ. കണ്ടിജൻറ്റ് ലയബിലിറ്റീസും തന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യാന്നാണ് പറയുന്നത്? ഇൻ ദിസ് സിറ്റുവേഷൻ ഫസ്റ്റ് നെറ്റ് അസറ്റ് അക്വയേർഡ് ഹാസ് ടു ബി ഫൗണ്ട്. ഈ സിറ്റുവേഷനിൽ നമ്മൾ നെറ്റ് അസറ്റ് അക്വയേർഡ് കണ്ടുപിടിക്കണം. ഇക്വേഷൻ താഴത്ത് തന്നിട്ടുണ്ട്. നെറ്റ് അസറ്റ് അക്വയേർഡ് ഈക്വൽ അസറ്റ്സ് പ്ലസ് അസറ്റ്സ് ഹെൽഡ് ഫോർ സെയിൽ മൈനസ് ലയബിലിറ്റീസ് ഇൻക്ലൂഡിങ് കണ്ടിജൻറ്റ് ലയബിലിറ്റീസ്. അസറ്റ്സും അസറ്റ്സ് ഹെൽഡ് ഫോർ സെയിലും കൂടി ആഡ് ചെയ്യുക. അതിൽ നിന്നും ലയബിലിറ്റീസ് മൈനസ് ചെയ്യുക. ലയബിലിറ്റീസ് മൈനസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിൽ കണ്ടിജൻറ്റ് ലയബിലിറ്റി ഉണ്ടെങ്കിൽ അതും കൂടി ആഡ് ചെയ്യണം. ഇനി ഗുഡ് വില്ല് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ഗുഡ് വിൽ ഈക്വൽ അഗ്രിഗേറ്റ് കൺസിഡറേഷൻ പ്ലസ് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് ഇൻ ദ അക്വയറി അറ്റ് ഫെയർ വാല്യൂ ഓർ പ്രൊപ്പോർഷനേറ്റ് ഷെയർ ഇൻ നെറ്റ് അസറ്റ് പ്ലസ് പ്രീവിയസ്ലി ഹെൽഡ് ഇക്വിറ്റി ഇൻട്രസ്റ്റ് അക്വിസിഷൻ ഡേറ്റ് ഫെയർ വാല്യൂ മൈനസ് നെറ്റ് അസറ്റ് അക്വയേർഡ്. ഇതിലെല്ലായിട്ടും ഉണ്ടാവണമെന്നില്ല. അഗ്രിഗേറ്റ് കൺസിഡറേഷനും നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് ഇൻ ദ അക്വയറി അത് രണ്ടും കൂടി ആഡ് ചെയ്യുക. അതായത് ഫെയർ വാല്യൂ ഓർ പ്രൊപ്പോർഷനേറ്റ് ഷെയർ ഇൻ നെറ്റ് അസറ്റ്. നെറ്റ് അസറ്റിൻ്റെ മുകളിലുള്ള ഫെയർ വാല്യൂ അല്ലെങ്കിൽ പ്രൊപ്പോർഷനേറ്റ് ഷെയർ. ഇപ്പോൾ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് ഇൻ ദ അക്വയറി പ്ലസ് പ്രീവിയസ്ലി ഹെൽഡ് ഇക്വിറ്റി ഇൻട്രസ്റ്റ്. പ്രീവിയസ്ലി എന്തെങ്കിലും ഇക്വിറ്റി ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതും കൂടി ആഡ് ചെയ്തിട്ട് അതിൽ നിന്നും എന്ത് മൈനസ് ചെയ്യുക? നെറ്റ് അസറ്റ് അക്വയർഡ് മൈനസ് ചെയ്യുക. നെക്സ്റ്റ് വൺ നമ്മൾ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു എക്സാമ്പിളാണ് നോക്കുന്നത്. A Limited buys
A Limited buys a group for 55 lakh. 55 lakh. ഒരു ഗ്രൂപ്പ് 55 ലക്ഷത്തിനാണ് വാങ്ങുന്നത്. ഇറ്റ് ഈസ് ഗോയിങ് ടു സെൽ വൺ ഡിവിഷൻ. നോ സെല്ലിംഗ് കോസ്റ്റ് വിൽ ബി ഇൻകേർഡ്. ഇറ്റ്സ് ഫെയർ വാല്യൂ ലെസ് കോസ്റ്റ് ടു സെൽ ഈസ് rupees 8 lakh. ഒരു ഡിവിഷൻ, അവിടെ നോ സെല്ലിംഗ് കോസ്റ്റ് വിൽ ബി ഇൻകേർഡ്, സെല്ലിംഗ് കോസ്റ്റ് ഒന്നുമില്ല. ഫെയർ വാല്യൂ ലെസ് കോസ്റ്റ് ടു സെൽ, ഫെയർ വാല്യൂ നിന്നും കോസ്റ്റ് ടു സെല്ലൊക്കെ മൈനസ് ചെയ്തതിന് ശേഷമുള്ള വാല്യൂ പറയുന്നത് 8 lakh ആണ്. ഫോർ ദ റിമൈനിങ് ബിസിനസ് അസറ്റ്സ് ആർ വർത്ത് rupees 50 lakh. ബാക്കിയുള്ളത് അസറ്റ്സ് വരുന്നത് 50 lakh ആണ്. ലയബിലിറ്റീസ് 11 lakh ആണ്. കണ്ടിജന്റ് ലയബിലിറ്റീസ് ആർ വർത്ത് rupees 2 lakh. റെക്കഗ്നൈസ് ആൻഡ് മെഷർ ദ എമൗണ്ട് ഓഫ് ഗുഡ് വിൽ. ഗുഡ് വില്ല് മെഷർ ചെയ്യാം. അപ്പോൾ ഗുഡ് വില്ലിൻ്റെ ഇക്വേഷൻ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. അഗ്രിഗേറ്റ് കൺസിഡറേഷൻ പ്ലസ് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് ഇൻ ദ അക്വയറി അറ്റ് ഫെയർ വാല്യൂ ഓർ പ്രൊപ്പോർഷനേറ്റ് ഷെയർ ഇൻ നെറ്റ് അസെറ്റ്സ് പ്ലസ് പ്രീവിയസ്ലി ഹെൽഡ് ഇക്വിറ്റി ഇൻട്രസ്റ്റ് അക്വിസിഷൻ ഡേറ്റ് ഫെയർ വാല്യൂ മൈനസ് നെറ്റ് അസെറ്റ് അക്വയർഡ്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് നോക്കുക? അഗ്രിഗേറ്റ് കൺസിഡറേഷൻ നമുക്ക് തന്നിട്ടുണ്ടോ നോക്കുക. അഗ്രിഗേറ്റ് കൺസിഡറേഷൻ പറയുന്നത് എന്താണ്? നമ്മളതിൽ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ അഗ്രിഗേറ്റ് കൺസിഡറേഷൻ്റെ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. നെക്സ്റ്റ് വൺ എന്താണ്? പ്രീവിയസ്ലി ഹെൽഡ് ഇക്വിറ്റി ഇൻട്രസ്റ്റ് ഉണ്ടോ നോക്കണം. നെറ്റ് അസെറ്റ് അക്വയർഡ് എത്രയാണെന്നുള്ളത് നോക്കണം. അപ്പോൾ ഫസ്റ്റ് വൺ നെറ്റ് അസെറ്റ് അക്വയർഡ് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. അസെറ്റ്സ് പ്ലസ് അസെറ്റ്സ് ഹെൽഡ് ഫോർ സെയിൽ മൈനസ് ലയബിലിറ്റീസ് ഇൻക്ലൂഡിങ് കണ്ടിജന്റ് ലയബിലിറ്റി. അപ്പോൾ അസെറ്റ്സ് ഈക്വൽ, അസെറ്റ്സ് എത്രയാണ്? റിമൈനിങ് ബിസിനസ് അസെറ്റ്സ് ആർ വർത്ത് rupees 50 lakh പ്ലസ് അസെറ്റ്സ് ഹെൽഡ് ഫോർ സെയിൽ, അതിൻ്റെ ഫെയർ വാല്യൂ ലെസ് കോസ്റ്റ് ടു സെല്ല് എത്രയാണ് തന്നിട്ടുള്ളത്? 8 lakh. അപ്പോൾ 58 lakh ആയി. മൈനസ് ലയബിലിറ്റീസ്, ലയബിലിറ്റീസ് 2 ലയബിലിറ്റി തന്നിട്ടുണ്ട്. ലയബിലിറ്റീസ് 11 lakhഉം കണ്ടിജന്റ് ലയബിലിറ്റി 2 lakhഉം. അപ്പോൾ ടോട്ടൽ എത്രയാണ്? 13 lakh. അപ്പോൾ 58 lakh 13 lakh മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 45 lakh. ഇതാണ് നെറ്റ് അസെറ്റ് അക്വയർഡ്. ഇനി നമുക്ക് തന്നിട്ടുള്ളത് അഗ്രിഗേറ്റ് കൺസിഡറേഷൻ, അതേപോലെ തന്നെ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ്, അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് അഗ്രിഗേറ്റ് കൺസിഡറേഷൻ തന്നിട്ടുണ്ട്. എത്ര രൂപയ്ക്കാണ് എ ലിമിറ്റഡ് ആ ഗ്രൂപ്പ് വാങ്ങിക്കുന്നത്? 55 ലക്ഷത്തിന്. അപ്പോൾ അഗ്രിഗേറ്റ് കൺസിഡറേഷൻ മൈനസ് നെറ്റ് അസെറ്റ് അക്വയർഡ്, അതാണ് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എത്ര വരിക? ഗുഡ് വിൽ ഈക്വൽ 55, 55 lakh മൈനസ് 45 lakh ഈക്വൽ 10 lakh ആണ് ആൻസർ ചെയ്യുക. ഇനി നെക്സ്റ്റ് വൺ, ദ നെറ്റ് അസെറ്റ് അക്വയർഡ് ഈസ് ഓൺലി 45 lakh. നെറ്റ് അസെറ്റ് അക്വയർഡ് അവിടെ എത്ര മാത്രമേ ഉള്ളൂ? 45 lakh. ഫോർ വിച്ച് ദ കമ്പനി പെയ്ഡ് 55 lakh. പക്ഷേ കമ്പനി എത്ര കൊടുക്കുന്നുണ്ട്? 55 lakh കൊടുക്കുന്നുണ്ട്. ദസ് ദ കമ്പനി പെയ്ഡ് എൻ എക്സസ് എമൗണ്ട് ഓഫ് 10 lakh. കമ്പനി എത്ര രൂപ കൂടുതൽ കൊടുക്കുകയാണ്? 10 ലക്ഷം രൂപ കൂടുതലാണ് കൊടുക്കുന്നത്. ദിസ് ഈസ് ഗുഡ് വിൽ എറൈസിങ് ഓൺ കൺസോളിഡേഷൻ. അത് കൺസോളിഡേഷൻ കഴിഞ്ഞിട്ടുള്ള ഗുഡ് വില്ലായിട്ട് മാറാം. അപ്പോൾ എന്താണ് ജേർണൽ എൻട്രി പാസ് ചെയ്യുക എന്നാണ് പറയുന്നത്. അപ്പോൾ ഗുഡ് വിൽ അക്കൗണ്ട് അറ്റർ, അസെറ്റ്സ് അക്വയർഡ് അക്കൗണ്ട് അറ്റർ, അസെറ്റ്സ് ഹെൽഡ് ഫോർ സെയിൽ അക്കൗണ്ട് അറ്റർ. 3 അസെറ്റ്സ് ആണ് കേട്ടോ. ഗുഡ് വിൽ അവിടെ ബാലൻസിങ് ഫിഗർ വേണമെങ്കിൽ അവിടെ ഇടാം. അസെറ്റ്സ് അക്വയർഡ് എത്രയാണ്? 50 lakh. അസെറ്റ്സ് ഹെൽഡ് ഫോർ സെയിൽ അതും നമുക്കറിയാം എത്രയാണ്? 8 lakh. ഗുഡ് വിൽ അവിടെ ഇടുക. അപ്പോൾ 58 lakh ആയി. ഇനി ടു ക്യാഷ് പറഞ്ഞാൽ കൺസിഡറേഷൻ എത്രയ്ക്കാണോ നമ്മൾ വാങ്ങിക്കുന്നത് അത് 55 ലക്ഷം. ടു ലയബിലിറ്റീസ് 11 lakh. ടു കണ്ടിജന്റ് ലയബിലിറ്റീസ് 2 lakh. അപ്പോൾ ഇവിടെ 3 ടോട്ടൽ 55 പ്ലസ് 11, അതായത് 66, 68. 68ൽ നിന്നും 58 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര ബാലൻസ് കിട്ടും? ഗുഡ് വില്ല് 10 lakh ബാലൻസിങ് ഫിഗർ കിട്ടും. അതിങ്ങനെ ജേർണൽ എൻട്രി എഴുതി വെക്കില്ല, കറക്റ്റ് അങ്ങനെ അസെറ്റ്സ് അക്വയർഡിൻ്റെയൊക്കെ ആദ്യം എഴുതിയിട്ട് പിന്നെ നമ്മൾ ഗുഡ് വില്ല് എന്ത് ചെയ്യണം? ബാലൻസ് ചെയ്തിട്ടാണ് ഗുഡ് വില്ല് കണ്ടുപിടിക്കുക. ഇത്രയാണ് ഗുഡ് വില്ലിൻ്റെ കാൽക്കുലേഷൻസിലുള്ള 3 കണ്ടീഷൻസ്, 3 സിറ്റുവേഷൻസാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഗുഡ് വില്ല് എങ്ങനെയൊക്കെയാണ്? 100% ഷെയർസും അക്വയറുടെ കയ്യിലാവുമ്പോൾ 100%നേക്കാൾ കുറവ് ഷെയർസ് അക്വയറുടെ കയ്യിലായിരിക്കുമ്പോൾ, പിന്നെ കണ്ടിജന്റ് ലയബിലിറ്റീസൊക്കെ തന്നിട്ടുള്ള കേസും. ഇത്രയും ഭാഗങ്ങൾ പ്രോബ്ലംസൊക്കെ നമ്മൾ ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്കിന് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.